എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കേട്ടോ. ഞാനിന്ന് പറഞ്ഞ പോലെ ടെറസിലാണുള്ളത്. അപ്പോൾ ഞാനെൻ്റെ തക്കാളിയൊക്കെ പ്രൂൺ ചെയ്തതിന് ശേഷം കണ്ട ഒത്തിരി നാമ്പും പൂവും കായുമായിട്ടൊക്കെ ഇഷ്ടം പോലെ ഇതുണ്ട്. ഇതിൻ്റെ ഈ കൂമ്പ് ഇതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ വന്നത് ഇലയല്ല വന്നത്, പൂവും കായുമാണ് വന്നത്. അങ്ങനെ ഇഷ്ടംപോലെ തക്കാളി ഉണ്ടായി. ഞാൻ വളമിട്ടതിന് ശേഷം പിന്നെ നന്നായി ഉണ്ടായി. കാരണം പ്രൂൺ ചെയ്ത് വളമിട്ട് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അങ്ങനെ നശിച്ച് പോകില്ല കേട്ടോ. തക്കാളി ചെടി കുറേ നാൾ നിൽക്കും, നന്നായി വീണ്ടും ഒക്കെ ഉണ്ടായി വരികയാണ്. ഞാനതല്ല, വേറൊരു ചെറിയ വിശേഷമുണ്ട്. ഇത് കണ്ട, ഇത് എൻ്റെ തക്കാളിയുടെ ഗ്രോ ബാഗിൽ വളർന്ന് വന്നൊരു കുമ്പളങ്ങയാണ്. അപ്പോൾ ഞാൻ അതിനെ അങ്ങോട്ട് സംരക്ഷിച്ച്. ഇത് കണ്ട, അപ്പോൾ വാഴ നനയുമ്പോൾ ചീരയും നനയുമല്ല എന്ന് പറഞ്ഞ പോലെ സംഭവം അതവിടെ നിന്ന് വലുതായത്. ഇതാണ് കുമ്പളങ്ങയുടെ കട. അപ്പം പിന്നെ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇത് ഇഷ്ടം പോലെ പൂവും കായായിട്ട് ഇതുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കി, പ്രകൃതിയുടെ ഓരോ സൃഷ്ടികളെ ഇതുണ്ട്. എന്ത് ഭംഗി, ഇത് കാണാൻ തന്നെ നല്ലൊരു ഷേപ്പൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു മോര് കറിക്കൊക്കെ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും വിത്തുകളും തൈകളും എല്ലാം മേടിച്ച് ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒക്കെ കൃഷി ചെയ്യണം. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി നമുക്ക് തന്നെ ഉണ്ടാക്കാം. ഓക്കെ, താങ്ക് യു.